റാപ്പർ വേടനെതിരെ ലൈംഗികാതിക്രമത്തിന് പുതിയ കേസ്. ഗവേഷണ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസാണ് നിയമ നടപടി തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കൊച്ചി പോലീസിന് കൈമാറിയിരുന്നു. അതേസമയം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. ലേബി സജീന്ദ്രനും ശ്യാം ദേവരാജും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ലേബിയിലേക്ക്. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. വേടനെതിരെ വന്നിരിക്കുന്ന പുതിയ കേസ് എന്താണ്? ഗുഡ് ഈവനിംഗ് സുജയ. കഴിഞ്ഞ 16-നാണ് 2 ഗവേഷക വിദ്യാർത്ഥിനികൾ, ഇവർ രണ്ടുപേരും കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്നവരാണ്. ഇവരാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയിരുന്നു. അതിൽ ഒരു കേസ് കൊച്ചിയിലായതുകൊണ്ടാണ്, സെൻട്രൽ സ്റ്റേഷന്റെ പരിധിയിലാണ്, അതുകൊണ്ടാണ് ആ കേസ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൈമാറിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് പ്രകാരം കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന ഈ വിദ്യാർത്ഥിനി ദളിത് സംഗീതത്തിന്റെ പ്രബന്ധാവശ്യവുമായി ബന്ധപ്പെട്ട് വേടനുമായി വേടനെ കോൺടാക്ട് ചെയ്യുന്നു. വിവരങ്ങൾ ശേഖരിക്കാനായി വേടനെ സമീപിക്കുന്നു. അപ്പോൾ തന്റെ എറണാകുളത്തുള്ള ഫ്ളാറ്റിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ലൈംഗിക ചുവയോടുകൂടി ലൈംഗിക അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന പരാതിയാകട്ടെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. സുജയ. ഓക്കെ ലേബി. ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് കൂടി നമുക്ക് പോകുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിംഗ്. മുൻകൂർ ജാമ്യാപേക്ഷയുമേൽ എപ്പോൾ തീരുമാനം പ്രതീക്ഷിക്കാം? സുജയ പാർവതി, വെരി ഗുഡ് ഈവനിംഗ്. ഈ റാപ്പർ വേടൻ നേരത്തെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ഇന്ന് വാദം പൂർത്തിയായി. ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിശദമായ വാദം കേട്ടത്. ഇന്ന് വാദം പൂർത്തിയായ സാഹചര്യത്തിൽ മറ്റന്നാൾ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വേടനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സർക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിച്ചു. അക്കാര്യം നേരത്തെ ലേബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്തത് ആ കേസിനെ സംബന്ധിച്ചാണ്. ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് വേടനെതിരെ രജിസ്റ്റർ ചെയ്തത്. അതും ബലാത്സംഗ കുറ്റമാണ് എന്ന കാര്യമാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്തത്. ഇതിൽ വാദം കേൾക്കുന്നതിനിടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്നും നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായി ചിത്രീകരിക്കരുത് എന്ന ഒരു വാദം എന്നൊരു നിലപാട്, നിരീക്ഷണം ഹൈക്കോടതി ഉയർത്തി. അത് ഈ പരാതിക്കാരിയുടെ അഭിഭാഷകയ്ക്ക് എതിരെയാണ്, അവരോടാണ് ഇക്കാര്യം പറയുകയും ചെയ്തത്. സുപ്രീം കോടതി വിധിയെ അഭിഭാഷക വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന കാര്യമാണ് എന്ന ഒരു വിമർശനവും കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ പിന്നീട് ബലാത്സംഗ കുറ്റമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നതാണ് ആ സുപ്രീം കോടതിയുടെ വിധി. അതാണ് ഹൈക്കോടതി പരാമർശിച്ചത്. അത് ഒരു വിമർശനമായി തന്നെ അഭിഭാഷകയ്ക്ക് നേരെ പറയുകയും ചെയ്തത്, ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നതല്ല വാദമായി ഉയർത്തിക്കാണിക്കേണ്ടതെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഹർജിക്കാരിയുടെ വാദങ്ങൾ കോടതിയെ ഭീഷണിപ്പെടുത്താനാണ് എന്ന കാര്യമാണ് ഹർജിക്കാരന്റെ ഈ മുൻകൂർ റാപ്പർ വേടന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തത്. ഹൈക്കോടതി ഈ അതിജീവിതയുടെ പരാതിക്കാരിയുടെ അഭിഭാഷകയോട് പറഞ്ഞ കാര്യം, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവർ എന്തു പറയുന്നുവെന്നല്ല, സമൂഹം എന്ത് പറയുന്നുവെന്നുമല്ല, കോടതിയുടെ മുന്നിലുള്ള തെളിവുകൾ പരിശോധിച്ചാണ് തീരുമാനമെടുക്കുന്നതെന്നുമാണ് ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചത്. എന്തായാലും റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മറ്റന്നാൾ ബുധനാഴ്ച വിധി പറയും.